2016 നെറ്റ്ഫ്ലിക്സിലൂടെ ഒരു ഹൊറർ മിസ്റ്ററി ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഒരു സീരീസ് പുറത്തിറങ്ങുകയാണ്. ഹോക്കിൻസ് എന്ന ഒരു സാങ്കല്പിക നഗരത്തിലെ ഒരു കൂട്ടം ഫ്രണ്ട്സിന്റെയും ഒപ്പം ഹോക്കിൻസ് എന്ന നഗരത്തിലെ മിസ്റ്ററീസിനെ കുറിച്ചെല്ലാം പറയുന്ന ഈ സീരീസിനെ കുറിച്ച് അന്ന് ആരും തന്നെ വിചാരിച്ചു കാണില്ല പിന്നീട് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള സീരീസുകളിൽ ഒന്നായി ഇത് മാറുമെന്ന്. ആ സീരീസിന്റെ പേരാണ് സ്ട്രേഞ്ചർ തിങ്സ്. 2014 തുടങ്ങിയ ആ യാത്ര അങ്ങനെ 2025 ഡിസംബർ 31 കൂടി അങ്ങനെ അവസാനിക്കാൻ പോവുകയാണ്. അതെ, സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രേഞ്ചർ തിങ്സിന്റെ 5ാമത്തെയും അവസാനത്തെയും സീസണെ കുറിച്ചുള്ള കുറച്ച് അപ്ഡേറ്റ്സും ഒപ്പം അവസാന സീസണിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിച്ചിരിക്കേണ്ടത് എന്നതിനെ കുറിച്ചെല്ലാമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് സീസൺ 5ന്റെ റിലീസിംഗ് ഷെഡ്യൂൾ ഒന്ന് നോക്കാം. 3 വോളിയങ്ങളാക്കിയിട്ടാണ് അവർ സീസൺ 5 പുറത്തിറക്കുന്നത്. അതിലെ വോളിയം 1 നവംബർ 26 പുറത്തിറങ്ങും. ആദ്യത്തെ 4 എപ്പിസോഡുകളായിരിക്കും വോളിയം 1 ഉണ്ടാവുക. എന്നാൽ നമുക്ക് ഇന്ത്യയിൽ നവംബർ 27 പുലർച്ചെയായിരിക്കും റിലീസ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് വോളിയം 2ലേക്ക് വരികയാണെങ്കിൽ വോളിയം 2 ഡിസംബർ 25, അതായത് ക്രിസ്മസിനായിരിക്കും റിലീസ് ഉണ്ടാവുക. 5 മുതൽ 7 വരെയുള്ള എപ്പിസോഡുകളായിരിക്കും വോളിയം 2 ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഡിസംബർ 31 സ്ട്രേഞ്ചർ തിങ്സിന്റെ ഫിനാലെ പുറത്തിറക്കുക. ഫിനാലെ നെറ്റ്ഫ്ലിക്സ് റിലീസ് കൂടാതെ തിയേറ്ററിക്കൽ റിലീസും ഉണ്ടായിരിക്കും. എന്നാൽ ആരും പേടിക്കേണ്ട, ഇന്ത്യയിൽ റിലീസ് ഉണ്ടായിരിക്കില്ല. അമേരിക്കയിലും കാനഡയിലുമായി 300ഓളം സ്ക്രീനുകളിലായിട്ടായിരിക്കും തിയേറ്ററിക്കൽ റിലീസ് ഉണ്ടായിരിക്കുക. ദി റൈറ്റ് സൈഡ് അപ്പ് എന്നാണ് അവസാന എപ്പിസോഡിന്റെ ടൈറ്റിൽ. ഒപ്പം തന്നെ എപ്പിസോഡ് റൺ ടൈം ഓൾറെഡി പുറത്തുവിട്ടിരുന്നു. കമ്പാരിറ്റീവ്ലി സീസൺ 4നേക്കാൾ കുറവാണ് സീസൺ 5ന്റെ റൺ ടൈം. എങ്കിലും എപ്പിസോഡ് 8 ഏകദേശം 2 മണിക്കൂറോളം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായാലും ന്യൂ ഇയറിനും ക്രിസ്മസിനും ഒക്കെ ആയിട്ടാണ് എപ്പിസോഡുകൾ പ്രീമിയർ ചെയ്യുന്നത്. ചിലപ്പോൾ എപ്പിസോഡുകൾക്ക് ന്യൂ ഇയറും ക്രിസ്മസുമായി എന്തെങ്കിലും ബന്ധമുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ടൈം ആയതുകൊണ്ട് തന്നെ അങ്ങനെ റിലീസ് ചെയ്യുന്നതുമായിരിക്കാം. എന്തൊക്കെയായാലും സ്ട്രേഞ്ചർ തിങ്സിന്റെ സീസൺ 5ൽ കൺഫേം ചെയ്തൊരു കാര്യം തന്നെയാണ് സീസൺ 4ൽ നിന്ന് സീസൺ 5ലേക്ക് എത്തുമ്പോൾ ചെറിയൊരു ടൈം ജമ്പ് ഉണ്ടായിരിക്കുമെന്ന്. അതായത് സീസൺ 4 കഴിഞ്ഞ് 18 മാസങ്ങൾക്ക് ശേഷമുള്ള കഥയായിരിക്കും സീസൺ 5ലൂടെ പറയുക. സീസൺ 4ന്റെ അവസാന ഭാഗത്ത് നടന്നിട്ടുള്ള സംഭവങ്ങൾക്ക് ശേഷം ഹോക്കിൻസ് ഇപ്പോൾ മിലിറ്ററി ക്വാറന്റൈനിലാണ്. ട്രെയിലറിലൂടെ നമുക്കിത് വ്യക്തമായി കാണാനും കഴിയുന്നതാണ്. അതേപോലെ സീസൺ 5ലെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് തന്നെ വില്ലനായ വെക്നയെ കൊല്ലുക എന്നതാണ്. ഒപ്പം ട്രെയിലറിലൂടെ വെക്നയുടെ ഒരു പുതിയ ലുക്കും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മുമ്പത്തേക്കാൾ കുറച്ചും കൂടി പവർഫുൾ ആയ വെക്നയുടെ ഒരു വേർഷൻ ആയിരിക്കും നമുക്ക് ഈ സീസണിലൂടെ കാണാൻ കഴിയുക. അതേപോലെ തന്നെ ട്രെയിലർ ഒന്ന് മൊത്തത്തിലൊന്ന് നോക്കുമ്പോൾ സീരീസിലെ പല മെയിൻ ക്യാരക്ടേഴ്സിനും വളരെ കുറച്ച് സ്ക്രീൻ ടൈം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് സ്റ്റീവിനെയും മാക്സിനും ഒക്കെ 1 സെക്കൻഡ് തൊട്ടേ കാണിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ മാക്സിനെ എത്ര ആൾ ശ്രദ്ധിച്ചു എന്ന് കൂടി അറിയില്ല. ചെറിയൊരു സീനിൽ മാത്രം ചെറുതായി ഒന്ന് കാണിച്ചു പോവുക മാത്രമാണ് ചെയ്തത്. സീസൺ 4ന്റെ അവസാനത്തിൽ അൺകോൺഷ്യസ് ആയി കോമ സ്റ്റേജിൽ കഴിയുന്ന മാക്സ് സീസൺ 5ന്റെ തുടക്കത്തിലും അൺകോൺഷ്യസ് ആയി ക്രിട്ടിക്കൽ സ്റ്റേജിലുമായിട്ടായിരിക്കുമെന്നാണ് റൂമേഴ്സ് വരുന്നത്. അതിൽ തന്നെ വരുന്ന മറ്റൊരു ഫാൻ തിയറിയാണ് മാക്സിന്റെ കോൺഷ്യസ്നെസ് വെക്നയുടെ മൈൻഡിനുള്ളിൽ ട്രാപ്പ് ചെയ്തിരിക്കുകയാണെന്നും ഒപ്പം മാക്സ് വെക്നയുടെ മൈൻഡിനുള്ളിൽ ഒരു ഇന്ത്യൻ സ്പൈയായി പ്രവർത്തിച്ച് വെക്നയെ ഡിഫീറ്റ് ചെയ്യാൻ അവരെ സഹായിക്കുമെന്നുള്ളത്. അതേപോലെ വന്ന മറ്റൊരു റൂമർ ആയിരുന്നു സ്റ്റീവ് ഹാരിങ്ടൺ ഈ സീസണിൽ മരിക്കുമെന്നുള്ളത്. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം സ്ട്രേഞ്ചർ തിങ്സിൽ തന്നെ അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ഒരു ക്യാരക്ടറാണ് സ്റ്റീവ് ഹാരിങ്ടൺ. അങ്ങനെയുള്ള സ്റ്റീവിനെ കൊല്ലാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ തന്നെയും ഫൈനൽ സീസൺ ആയതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ മരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഒപ്പം തന്നെ ട്രെയിലറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ ആയിരുന്നു വില്ലും വെക്നയും കൂടിയുള്ള ആ ഒരു സീൻ. അവസാനമായി നിന്റെ ഒരു സഹായം കൂടി എനിക്ക് വേണമെന്നാണ് വെക്ന വില്ലിനോട് പറയുന്നത്. ഒപ്പം തന്നെ ഈ ട്രെയിലറിന് കൂടാതെ സ്ട്രേഞ്ചർ തിങ്സിന്റെ സീസൺ 5ന്റെ ആദ്യത്തെ 5 മിനിറ്റ് ഒഫീഷ്യലി അവർ പുറത്തുവിട്ടിരുന്നു. ഇതിൽ പ്രധാനമായും ആദ്യ സീസണിൽ അപ്സൈഡ് ഡൗണിൽ അകപ്പെട്ടു പോയ വില്ലിന്റെ അവിടത്തെ സർവൈവലും ഒപ്പം വില്ലിനെ അപ്സൈഡ് ഡൗണിലേക്ക് പിടിച്ചുകൊണ്ട് വരുന്നതിൽ വെക്നയുടെ ഇൻഫ്ലുവൻസും തന്നെയാണ്. പിന്നെ ഡൂഫർ ബ്രദേഴ്സ് കൺഫേം ചെയ്തൊരു കാര്യം തന്നെയാണ് വിൽ ബയേഴ്സ് ആയിരിക്കും ഫൈനൽ സീസണിന്റെ സെൻട്രൽ ക്യാരക്ടർ എന്നത്. വില്ലിന്റെ ക്യാരക്ടറിനെ നോക്കുകയാണെങ്കിൽ തന്നെ ആദ്യ 2 സീസണിലും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു വിൽ ബയേഴ്സ്. എന്നാൽ അവസാന 2 സീസണിലും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഒന്നും ഈ ക്യാരക്ടറിന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഫൈനൽ സീസണിൽ വിൽ ബയേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരിക്കും. അതേപോലെ സ്ട്രേഞ്ചർ തിങ്സിന്റെ ക്രിയേറ്റേഴ്സ് ആയ ഡൂഫർ ബ്രദേഴ്സ് കൺഫേം ചെയ്തൊരു കാര്യം തന്നെയാണ് ഈ സീസണിലൂടെ സീസൺ 1ൽ വിൽ ബയേഴ്സിനെ എന്തുകൊണ്ടാണ് വെക്നെ പിടിച്ചുകൊണ്ട് പോയത് എന്നതിനുള്ള എക്സ്പ്ലനേഷൻ ഈ സീസണിലൂടെ ലഭിക്കുമെന്ന് കൺഫേം ചെയ്തൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ സീസണിലൂടെ യഥാർത്ഥത്തിൽ എന്താണ് ഈ അപ്സൈഡ് ഡൗൺ എന്നതിനുള്ള ഒരു ഉത്തരവും ഈ സീസണിലൂടെ ലഭിക്കുന്നതായിരിക്കും. അതായത് സ്ട്രേഞ്ചർ തിങ്സിലെ ഏറ്റവും വലിയ മിസ്റ്ററികളിൽ ഒന്നായിട്ടുള്ള അപ്സൈഡ് ഡൗൺ, അതായത് ഹോക്കിൻസിന്റെ ഒരു റിഫ്ലക്ഷൻ പോലെ എക്സിസ്റ്റ് ചെയ്യുന്ന മറ്റൊരു ഡയമെൻഷനായ ഈ വേൾഡ് യഥാർത്ഥത്തിൽ എന്താണ് എന്നതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ഈ സീസണിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഓൾറെഡി ഈ അപ്സൈഡ് ഡൗണിന്റെ ക്രിയേഷനുമായി ബന്ധപ്പെട്ട് ഒരു തിയറി ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് 11 ആക്സിഡന്റലി ക്രിയേറ്റ് ചെയ്തൊരു വേൾഡ് ആണ് ഈ അപ്സൈഡ് ഡൗൺ എന്നത്. അങ്ങനെ ആവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല, അങ്ങനെ ആവാനും സാധ്യതയുണ്ട്. അതേപോലെ ഈ സീസണിലൂടെ എഡ്ഡി മോൺസൺ റിട്ടേൺ ആവും എന്ന രീതിയിലും ഒരു തിയറി ഉണ്ട്. അതായത് സീസൺ 4ൽ മരിക്കുന്നത് പോലെ കാണിച്ച എഡ്ഡിയെ കാസ് ദ ബിട്രയർ എന്ന ക്യാരക്ടറായി തിരിച്ചു കൊണ്ടുവരുമെന്നാണ് കേൾക്കുന്നത്.
അതായത് എഡി ഒരു വാമ്പയർ ആയി പുനർജനിക്കുമെന്ന്. ബേസിക്കലി ഈ കാസ് എന്നത് ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് എന്ന വേൾഡിലെ ഒരു ക്യാരക്ടറാണ്. ഈ കഥയിലെ പല എലമെന്റുകളും നമുക്ക് സ്ട്രേഞ്ചർ തിങ്സിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്യാരക്ടറായി എഡി മോൺസൺ തിരിച്ചു വരുമെന്ന് ഈ തിയറിയിലൂടെ പറയുന്നത്. എന്നാൽ ഇതിന്റെ ക്രിയേറ്റേഴ്സ് പറയുന്നത് അനുസരിച്ച് ഈ ക്യാരക്ടർ ഈ സീസണിൽ റിട്ടേൺ ആവില്ല എന്നാണ്. എഡി മോൺസനെ അവതരിപ്പിച്ച ജോസഫ് ക്യൂൽ എന്ന ആക്ടറും ഈ സീസണിൽ റിട്ടേൺ ആവില്ല എന്നത് ഏകദേശം കൺഫേം ആയ ഒരു കാര്യം തന്നെയാണ്. ഈ തിയറികളൊക്കെ ശരിയാകണമെന്നൊന്നുമില്ല, ഇങ്ങനെ തിയറി ഉണ്ടെന്ന് മാത്രം. അതേപോലെ സീസൺ 5 കൂടുതലും ഒരു സീരിയസ് നേച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. മറ്റ് സീസണുകളിലേതുപോലെ ഫണ്ണി എലിമെന്റ്സ് ഒന്നും ഈ സീസണിൽ അധികം പ്രതീക്ഷിക്കണ്ട. അതേപോലെ ഈ സീസണിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു എപ്പിസോഡിന് 50-60 മില്യൺ ഡോളർ ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് ടോട്ടൽ ഏകദേശം 500 മില്യന്റെ അടുത്ത്. ഇതോടുകൂടി നെറ്റ്ഫ്ലിക്സിലെ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയ സീരീസും സ്ട്രേഞ്ചർ തിങ്സ് ആണ്. അതുപോലെ സ്ട്രേഞ്ചർ തിങ്സിന്റെ ഒരു ആനിമേറ്റഡ് സ്പിൻ ഓഫ് സീരീസ് വരുന്ന കാര്യവും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. സ്ട്രേഞ്ചർ തിങ്സ് ടെയിൽസ് ഫ്രം 85 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആനിമേറ്റഡ് സീരീസിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വീഡിയോ അവർ ഓൾറെഡി പുറത്തുവിട്ടിരുന്നു. നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സീരീസിലൂടെ സീസൺ 2 സീസൺ 3 ഇടയിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയിരിക്കും പറയാൻ പോകുന്നത്. അതായത് സീസൺ 2 ഇവന്റ്സിന് ശേഷവും സീസൺ 3 ഇവന്റ്സിന് മുമ്പുമായി വിന്റർ 1985 ഈ സീരീസ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അടുത്ത കൊല്ലം 2026 ഈ സീരീസ് പുറത്തിറക്കാനാണ് അവർ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. എന്തൊക്കെയായാലും സ്ട്രേഞ്ചർ തിങ്സ് കഴിഞ്ഞാലും നെറ്റ്ഫ്ലിക്സ് സ്ട്രേഞ്ചർ തിങ്സിൽ വിടുന്ന ലക്ഷണമൊന്നും കാണാനില്ല. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സ്ട്രേഞ്ചർ തിങ്സുമായി ബന്ധപ്പെട്ട് ഇത്രയും വിവരങ്ങളാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.